ആശാപ്രവർത്തകരുടെ വിഷയം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ജിബിൻ, ഇപ്പോൾ ഒരു മാസം പിന്നിടുകയാണ്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം അവരുടെ ആവശ്യങ്ങളോട് ഏത് തരത്തിലൊരു അനുഭാവപൂർവമായ ഒരു സമീപനം സർക്കാരിനില്ല എന്ന് ബോധ്യപ്പെടുന്നു. നാളെ നിരാഹാരം ഒരു ഭാഗത്ത്, നാളെ നിരാഹാരത്തിലേക്ക് പോവുകയാണ്. ഇനി എങ്ങനെ സമരം കടുപ്പിക്കാനാണ് ആശമാർ ആലോചിക്കുന്നത്? ഈ ആശാവർക്കർമാരുടെ സമരം, അതായത് സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് ഇപ്പോൾ 2 സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മളിപ്പോൾ കണ്ട അംഗനവാടി ജീവനക്കാരുടെ സമരം, അത് 7 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്, ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. മറുവശത്ത് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന സെക്രട്ടേറിയറ്റ് ഒത്തുനടുക്കുന്ന പറയാം, സെക്രട്ടേറിയറ്റിലേക്ക് കയറി പോകുന്ന ആ വഴിയിൽ തന്നെയാണ് കണ്ടോ, ഗേറ്റിനൊക്കെ ഈ മെയിൻ എൻട്രൻസിൻ്റെ സമീപത്തായിട്ടാണ് 41 ദിവസം പിന്നിട്ട ഒരു സമരം നടക്കുന്നത്, ആശാ വർക്കർമാരുടെ സമരം. ആ സമരത്തിൻ്റെ 2ാം ഘട്ടമായി ഇപ്പോൾ ഈ അനിശ്ചിതകാല നിരാഹാര സമരവും നടക്കുകയാണ്. അത് 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 പേരാണ് ഈ അനിശ്ചിതകാല നിരാഹാര സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നിരാഹാരം കിടക്കുകയും ചെയ്യുന്നത്. അടുത്ത ദിവസം തന്നെ, നാളെ തന്നെ ഈ ആശാ വർക്കർമാരെല്ലാം സംസ്ഥാനത്തുടനീളമുള്ള ആശാ വർക്കർമാർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് അവർ എല്ലാവരും നാളെ ഒരു ദിവസം നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ നാളെ വീണ്ടും ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് ഈ ആശാ വർക്കർമാരുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ സാധിക്കും. അവരെല്ലാവരും അനിശ്ചിതകാല നിരാഹാര സമരവുമായാണ് അവരെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ നമ്മളോടൊപ്പം കഴിഞ്ഞ 4 ദിവസമായി നിരാഹാരം കിടക്കുന്ന ഉണ്ട്. ഇപ്പോൾ 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് വീണ്ടും ഒരു ചർച്ചയ്ക്കോ ഒന്നും തന്നെ 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു നിരാഹാര സമരം. നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നതിനോ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്താണ് പറയുന്നത്? തയ്യാറാകുന്നത് വരെ സമരമായിട്ട് പോകാനാണല്ലോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ അവരെ തീരുമാനം അറിയിക്കുന്നവരെ സമരമായിട്ട് ആരോഗ്യം എങ്ങനെയാണ് ഇപ്പോൾ? കാരണം കനത്ത ചൂട് കൂടിയാണ്, അതിനിടയിൽ കൂടി നിരാഹാര സമരം കൂടിയായപ്പോൾ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അതിൽ കൂടുതൽ കൊള്ളുന്നതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരുന്നത്. അപ്പൊ ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള വിൽ പവർ ഞങ്ങൾക്കുണ്ട്. പിന്നീട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുകൊണ്ടെന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടോ? സമീപനം ഇതുവരെ സമരത്തിന്റെ മുന്നോട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? നാളെ കൂടുതൽ ആശാവർക്കർമാർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്ന് പറയും. എങ്ങനെയാണ് നാളത്തെ പരിപാടികൾ? നാളെ ഇവിടേക്ക് എത്താൻ പറ്റാത്ത ആയിരക്കണക്കിന് ആശമാരുണ്ട് എല്ലാ ജില്ലകളിലും. ഇവർ പറയുന്നത് 450 പേരൊന്നും അല്ല. ഇവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. മറിച്ച് നാളെ നോക്കട്ടെ, അവർ എല്ലാ ജില്ലകളിലും ആശമാര് സെന്ററുകൾക്ക് മുന്നിൽ ഈ ഉപവാസം എടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഇവിടേക്ക് വരാൻ പറ്റാത്ത മുഴുവൻ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതുവരെ സമരരംഗത്ത് തുടരാൻ തന്നെയാണ് തീരുമാനം. ജിബിൻ പറഞ്ഞതുപോലെ ഇടയ്ക്ക് പേമാരിയാണ് തിരുവനന്തപുരത്ത്, ചുട്ടുപൊള്ളുന്ന വെയിലാണ്, ഇടയ്ക്ക് മാറുന്ന കാലാവസ്ഥയിലും അവരുടെ പോരാട്ട വീര്യം, അവരുടെ സമരവീര്യം ഒട്ടും ചോരുന്നില്ല. തീർച്ചയായും മാര്യ, ഒരു കാര്യം, ഇവരുടെ എത്ര ഉള്ള പൊള്ളിയാലും അവരോട് ഒരു അനുകമ്പയും എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉടനടി കാണുന്നില്ല. പ്രത്യേകിച്ച് സമരത്തെ തള്ളി പറയാൻ, അതിലെ സമര നേതാക്കളെ തള്ളി പറയാനുള്ള INTUC ആണ് അവിടെ അങ്കണവാടി വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് സമരം ചെയ്തത്. അവരൊരു CATU അല്ലെങ്കിൽ മറ്റുള്ളവരോ മാത്രം ആയിരുന്നെങ്കിൽ മുഖം കൊടുക്കുമായിരുന്നു. അല്ലാത്തവരെല്ലാം കീടങ്ങളായി കൽപ്പിക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തിന് മുൻപിൽ അവർ നടത്തുന്ന ഈ സമരത്തിന് എത്രത്തോളം പ്രതീക്ഷ ഉണ്ടാകും എന്ന് നമുക്ക് കണ്ടറിയണം. അത്രത്തരം ഉള്ള പൊള്ളിയുള്ള സമരമാണ് ഈ അടിസ്ഥാന വിഭാഗത്തിൽ നിന്നും ഉയർന്നു വരുന്നത്.